കോഴിക്കോട് ജില്ലയ്ക്ക് കളക്ടറുണ്ടോ, വടകര മണ്ഡലത്തിൽ MP ഉണ്ടോ, MLA ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് തോന്നുന്നത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി സ്വസ്ഥമായി ഇരിപ്പുണ്ടാവും. വെങ്ങളം വഴി അഴിയൂർ വരെ കടന്നുപോകുന്ന ദേശീയപാതയിലെ സഞ്ചാരികളുടെ ജീവനും സ്വത്തിനും സമയത്തിനും വർഷങ്ങളായി പുല്ലുവിലയാണ്. NH-66 നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിന്റെ അപകടകരവും നിരുത്തരവാദിത്വപരവുമായ നിർമ്മാണ പ്രവൃത്തി കാരണം അറിഞ്ഞ കണക്കുകൾ ശരിയാണെങ്കിൽ ഏകദേശം 25ഓളം ആളുകൾ യാത്രാമധ്യേ മരണപ്പെട്ടു. 500ഓളം പേർക്ക് പരിക്കുപറ്റി. 100 കണക്കിന് ആളുകൾ വികലാംഗരായി. 100 കണക്കിന് വാഹനങ്ങൾ വർക്ക്ഷോപ്പുകളിലായി. കഴിഞ്ഞ ദിവസവും ഒരു ഓട്ടോ ഡ്രൈവർ റോഡിലെ കുണ്ടിൽ വീണു മരണപ്പെട്ടു. പുതിയ റോഡുകൾ വരുമ്പോൾ യാത്രക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്നവർ ഉണ്ടാവും. അത്തരം ആളുകളോടും NHI, അദാനി ഗ്രൂപ്പ്, വാഗാട് തുടങ്ങിയ ആളുകളോടും ഉയർന്ന ഉദ്യോഗസ്ഥരോടും അവരുടെ ഭാര്യമാരെയും സഹോദരിമാരെയും ഗർഭിണികളുണ്ടെങ്കിൽ അവരെയും മേജർ സർജറി കഴിഞ്ഞവർ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി ഈ റോഡിലൂടെ 40 കിലോമീറ്റർ സ്പീഡിൽ ഒരു സാധാരണ കാറിൽ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള ഒരു വിശാല മനസ്സ് ഉണ്ടാകും. അപ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രയാസം മനസ്സിലാകും. ഇതൊക്കെ പറയാൻ കാരണം പ്രസവ വേദന കിട്ടിയ സ്ത്രീകൾ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിൽ കുഴികളിൽ വീണ് വാഹനങ്ങളിൽ പ്രസവിക്കുന്നു. മേജർ സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി വാരിക്കുഴിയിൽ വീണ് സ്റ്റിച്ച് പൊട്ടി വീണ്ടും സ്റ്റിച്ചിടാൻ മടങ്ങിപ്പോകേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. വേദന സഹിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് അത്തരം ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. കരാർ പ്രകാരം യാത്രാ സൗകര്യം കൃത്യമായി ഒരുക്കണം, ഒരാളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടാൻ പാടില്ല എന്നതൊക്കെ ലിഖിതമായി എഴുതിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇവിടെ പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വരെ നമുക്ക് ഇത്തരം വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്ത് പരിശ്രമിച്ച് നോക്കാം.